പോലീസിലെ പിണറായി വിജയന്റെ അടിമക്കൂട്ടങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി മുൻ DGP R ശ്രീലേഖ രംഗത്തിറങ്ങിയത് CPM-നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. BJP പ്രവർത്തകരെ ക്രൂരമായി വേട്ടയാടുന്ന പോലീസിന്റെ ദാസ്യപ്പണിക്കെതിരെ ഒരു വിപ്ലവകാരിയെ പോലെ R ശ്രീലേഖ തെരുവിലിറങ്ങിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. വട്ടിയൂർക്കാവ് മേഖലയിൽ BJP പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ചു മർദ്ദിക്കുന്ന പോലീസിന്റെ ഗുണ്ടാരാജിൽ പ്രതിഷേധിച്ചാണ് മുൻ DGP തന്നെ പോടാ പുല്ലെ പോലീസ് എന്ന മുദ്രാവാക്യവുമായി ജനപക്ഷത്ത് അണിനിരന്നത്. 33 വർഷം സേനയുടെ അമരത്തിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക് പോലീസിനെതിരെ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം ജീർണിച്ചു പോയെന്ന് BJP വ്യക്തമാക്കുന്നുണ്ട്. ക്ഷേത്രം ചവിട്ടി തുറന്ന് BJP പ്രവർത്തകന്റെ ഭാര്യയെ CPM പ്രവർത്തകർ അപമാനിച്ച സംഭവത്തിൽ പരാതി നൽകിയവരെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. പോലീസ് വാനിൽ വെച്ച് കണ്ണടിച്ചു തകർത്ത് BJP പ്രവർത്തകൻ ബിനുവിനെ ചോരയിൽ കുളിപ്പിച്ച പോലീസുകാർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത സാഹചര്യത്തിലാണ് ശ്രീലേഖ രംഗത്തെത്തിയത്. വട്ടിയൂർക്കാവ് SHO വിപിൻ, SI ദീപു പിള്ള എന്നിവർ CPM-ന്റെ ചാവേറുകളെ പോലെയാണ് പെരുമാറുന്നതെന്ന് ശ്രീലേഖ തുറന്നടിക്കാൻ മടിച്ചില്ല. താൻ അഭിമാനത്തോടെ പ്രവർത്തിച്ച സേന ഇന്ന് നാണം കെട്ട രീതിയിലേക്ക് അധം പതിച്ചുവെന്നും അവർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. അതേസമയം പോലീസിന്റെ ക്രൂരതയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നിലപാടുകൾക്കെതിരെയും ശക്തമായ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. CPM ഫ്രാക്ഷനായി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ സത്യം വിളിച്ചു പറഞ്ഞ മുൻ DGPക്ക് നേരെ ഭീഷണി ഉയർത്തുന്നത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. അധികാരത്തിന്റെ തണലിൽ BJP പ്രവർത്തകരുടെ രക്തത്തിനായി ദാഹിക്കുന്ന പോലീസുകാർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ശ്രീലേഖയുടെ ഈ ജനകീയ പോരാട്ടം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലീസിനെ ഉപയോഗിച്ച് BJPയെ അടിച്ചമർത്താമെന്ന പിണറായി വിജയന്റെ വ്യാമോഹത്തിനേറ്റ കനത്ത പ്രഹരമാണിത്. മർദ്ദനമേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട്. ഇത് ചെയ്ത പോലീസുകാർക്കെതിരെ ഒരു നടപടിയുമില്ല, ഒരു കേസുമില്ല. ഇത് കാണുമ്പോൾ കഷ്ടം തോന്നിപ്പോകുമെന്നും ഇങ്ങനെയുള്ള ഒരു സേനയിലായിരുന്നു ഇത്രനാൾ പ്രവർത്തിച്ചതെന്ന് ഓർത്ത് നാണം തോന്നുന്നുവെന്നും വെറുതെയാണോ ജനം പോലീസിനെ ഇത്രമാത്രം വെറുക്കുന്നതെന്നും ശ്രീലേഖ ചോദിക്കുകയാണ്. സംഭവം സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക ചർച്ചയായി കത്തിപ്പടർന്നിട്ടുണ്ട്. കേരള പോലീസിന്റെ ഈ കൊടും ക്രൂരതകൾക്കെതിരെ ശ്രീലേഖ ഉയർത്തിയ മുദ്രാവാക്യം ഇന്ന് ഓരോ സാധാരണക്കാരന്റെയും വികാരമായി മാറിയിരിക്കുകയാണ്. CPM-ന്റെ കൊട്ടേഷൻ ടീമിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കാക്കിപ്പടയ്ക്ക് തന്നെ അപമാനമാണ്. BJP പ്രവർത്തകന്റെ കണ്ണടിച്ച് തകർത്തിട്ടും പരാതി നൽകിയവരെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചിട്ടും അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന പോലീസ് അസോസിയേഷൻ എന്ന് ഭരണകക്ഷിയോടുള്ള ദാസ്യപ്പണി അവസാനിപ്പിക്കുന്നു, അന്ന് ഈ നാട് നന്നാവും. സേനയുടെ അന്തസ് കാത്തുസൂക്ഷിച്ച മുൻ DGPക്ക് പോലും നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വന്നെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ എത്രത്തോളം ഭയാനകമായിരിക്കും. വട്ടിയൂർക്കാവിലെ ഗുണ്ടാ പോലീസുകാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതുവരെ ഈ പോരാട്ടം BJP അവസാനിപ്പിക്കില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത്. കാക്കിയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ BJPയും ജനങ്ങളും കൈകോർക്കുമ്പോൾ അടിമപ്പണി ശീലമാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓലപ്പാമ്പുകൾ കാണിച്ച് ഇനി രക്ഷപ്പെടാനാവില്ല. അധികാരത്തിന്റെ ഹുങ്കിൽ BJP പ്രവർത്തകരുടെ രക്തം ചിന്തുന്നവർ ഓർക്കുക, ജനകീയ കോടതിയിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന കാലം വിദൂരമല്ല.